ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നീതൂസ് ഇൻ ന്യൂസിലാൻഡ്. ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ കാസ്റ്റിൽ പോയിൻ്റ് ആണ്. ഒരു വൺ ഡേ ട്രിപ്പാണ്. അപ്പോൾ നമ്മുടെ വെല്ലിംഗ്ടണിൽ നിന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂർ മാത്രമേ ഡ്രൈവ് ഉള്ളൂ. നമ്മൾ രാവിലെ ഒരു 9 മണി 9:30 ആയപ്പോൾ ഇറങ്ങി. നമ്മളൊരു 12 മണിയോ ആയപ്പോഴത്തേനും അവിടെ എത്തി. അപ്പോൾ പോകുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകളാണ്. അങ്ങനെ കാത്ത് കാത്ത് നമ്മൾ അവിടെ എത്തി. ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയാണ് കാസ്റ്റിൽ പോയിൻ്റ് കാണാൻ വരുന്നത്. അപ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഈ പരന്ന് കിടക്കുന്ന കടലാണ്. അങ്ങ് ദൂരെ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. അത് നമ്മുടെ ന്യൂസിലാൻഡിലെ തന്നെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ലൈറ്റ് ഹൗസാണ്. ഞങ്ങൾ ഏകദേശം ലഞ്ച് ടൈമിലാണ് നമ്മൾ അവിടെ എത്തിയത്. അപ്പോൾ എത്തിയപ്പോൾ തന്നെ നല്ല വിശപ്പായിരുന്നു. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ ഒരു 30 മിനിറ്റ്സ് വാക്ക് ഉണ്ട് നമുക്ക് കാസ്റ്റിൽ പോയിന്റിൽ. അതിൽ പാത്ത് വേ കൂടെ കയറി ലൈറ്റ് ഹൗസ് കണ്ട് നമ്മൾ ഇറങ്ങി വരാനായിട്ട്. അപ്പോൾ നമ്മൾ വൈകിച്ചില്ല. നമ്മൾ ഫുഡൊക്കെ നമ്മൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കടൽക്കരയിൽ ഇരുന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറേ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഫിഷ് ആൻഡ് ചിപ്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഷോപ്പിൽ നിന്ന്. അപ്പം നമ്മളെടുത്ത ഫുഡ് നമ്മുടെ സാധാരണ ചോറും മോരുകറി പയറ് തോരൻ ആൻഡ് അച്ചാറായിരുന്നു. നമ്മുടെ നാടൻ ഊണ് വിത്ത് പപ്പടം. അങ്ങനെ ഫിഷ് ആൻഡ് ചിപ്സും എത്തി. അങ്ങനെ അതെല്ലാം കൂടി കഴിച്ച് സെറ്റായതിന് ശേഷം നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ലൈറ്റ് ഹൗസിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തത്, നടന്നു പോകാനുള്ള എളുപ്പത്തിന് വേണ്ടി. അങ്ങേയറ്റം വരെ നമ്മുടെ മണലെല്ലാം നനഞ്ഞു കിടക്കായിരുന്നു തിര വന്നടിച്ചിട്ട്. അങ്ങനെ നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് കാറിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ഇപ്പോൾ ലൈറ്റ് ഹൗസ് കാണാനായിട്ട് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കയറിക്കൊണ്ടിരിക്കണ അത്രയും ഹൈറ്റിൽ വരെ തിര വന്നടിച്ചിട്ട് അവിടെ വെള്ളം നനഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വേണമെങ്കിൽ ഇരിക്കാം. നമ്മളിപ്പോൾ ഒരു ചായയൊക്കെ എടുത്തിട്ടാണ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വന്നിരുന്ന് കുടിക്കാം. ഇവിടുത്തെ സൺറൈസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഒരു എന്താ പറയുക, ചുറ്റും ഒരു മഞ്ഞ വെളിച്ചം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സൺറൈസായിട്ട് കാണാൻ വരുന്നവർ അവർ ഫ്ലാസ്കിൽ ഇത്തിരി ചായയൊക്കെ എടുത്ത് ഇവിടെയൊക്കെ വന്നിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. ഇതാണ് ലൈറ്റ് ഹൗസ്. 1913 ഈ ലൈറ്റ് ഹൗസ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും പഴക്കമുള്ളൊരു ലൈറ്റ് ഹൗസാണിത്. അതിനുശേഷം നമ്മൾ ലൈറ്റ് ഹൗസിന് മുകളിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങേയറ്റത്തെത്തണം വ്യൂ പോയിൻ്റ് കാണണമെങ്കിൽ. കുറച്ച് ഡിഫിക്കൽട്ടാണ് നടത്തം. എന്നാലും എന്താ പറയുക, നമ്മൾ അവിടെ ചെന്നിട്ടുള്ള വ്യൂവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളിങ്ങനെ നടക്കും. അങ്ങനെ നമ്മളെല്ലാവരും തന്നെ ആ വ്യൂ പോയിന്റിലെത്തി. ആ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് ചുറ്റും കാണാം എങ്ങനെയാണ് ആ കടലും ആ കടലിന് എന്താ പറയുക അതിന് ചുറ്റുള്ള പ്രദേശങ്ങളും ലൈറ്റ് ഹൗസും എല്ലാം കാണാം നമുക്ക്. ഇതാണ് അവിടുത്തെ എന്താ പറയുക 360 ഡിഗ്രി വ്യൂ. ഞങ്ങൾ പോയത് ഒരു സണ്ണി ഡേ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, ക്ലൈമറ്റ് ഇറ്റ്സ് സോ ഗുഡ്. അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും നന്നായി പറ്റി. ഇപ്പം മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് പാടായിരിക്കുമല്ലോ നടക്കാനും ഇതൊക്കെ. പിന്നെ ഇതെന്ന് പറയണത് നമ്മൾ അവിടെ നിന്ന് ആ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പാത്ത് വേ ആണ്. അങ്ങനെ ഇറങ്ങി വന്ന് നമുക്ക് നേരെ വീണ്ടും താഴത്തെ ലൈറ്റ് ഹൗസിന് അടുത്തെത്താം. പിന്നെ ഇവിടെ കുറേ റോക്സ് ഉണ്ട്. ഈ റോക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റോക്കൊക്കെ ലൈം സ്റ്റോൺ റോക്കുകളാണ്. അതായത് കടലിൽ നിന്നുള്ള വെള്ളം അടിച്ച് ഇങ്ങനെ വർഷങ്ങൾ കൊണ്ട് ഇതിങ്ങനെ എന്താ പറയുക രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോഴും ആ റോക്സൊക്കെ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ റോക്സിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഇതിനെ കാസ്റ്റിൽ പോയിൻ്റ് എന്ന് വിളിക്കുന്നതും. ഈ റോക്സ് നമ്മൾ പണ്ടത്തെ രാജാക്കന്മാരുടെ കോട്ടമതിലൊക്കെ നിർമ്മിച്ചിരിക്കുന്ന അതുപോലെ ഒരു സിമിലാരിറ്റിയാണ് ഈ റോക്സിന്. അതുകൊണ്ടാണ് കാസ്റ്റിൽ പോയിൻ്റ് എന്ന് വിളിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ കാസ്റ്റിൽ പോയിൻറ്റിന് മൗറിയിൽ പറയുന്ന പേരാണ് റാങ്കി വഖോമ, വിച്ച് മീൻസ് വേർ ദ സ്കൈ റൺസ്. ന്യൂസിലാൻഡിൽ 2 വിഭാഗക്കാരാണുള്ളത്, കിവീസ് ആൻഡ് മൗറീസ്. മൗറീസാണ് ഇവിടുത്തെ ട്രഡീഷണൽ പീപ്പിൾസ്. അപ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ടൊരു ലാംഗ്വേജ് തന്നെ ഉണ്ട്, മൗറി. അപ്പോൾ ഇവിടെ എന്താ പറയുക പല പേരുകളും സ്ഥലപ്പേരുകളെല്ലാം മൗറി ഭാഷയിലാണുള്ളത്. ഞങ്ങളവിടെ ഒത്തിരി ആളുകളെ കണ്ടു. അവർ ചൂണ്ടയും കൊണ്ട് വന്നിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു.
പിന്നെ കുറേ പേര് ഡോഗിനെയും കൊണ്ട് വന്ന് അവിടെ മൊത്തം നടക്കുന്നുണ്ടായിരുന്നു. ഈ ലൈറ്റ് ഹൗസ് നിൽക്കണതിൻ്റെ ഓപ്പോസിറ്റുള്ള വ്യൂസാണിത്. നല്ല രസമായിരുന്നു ഈ റോക്സിൻ്റെ ഇടയിൽ കൂടെ ഈ തിരമാല അടിക്കണത്. പിന്നെ നമ്മളവിടെ ആ മണൽത്തിട്ടിലൂടെ കുറച്ചൊന്ന് കറങ്ങി. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഈ കാറിൻ്റെ ഗ്ലാസിൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ അവിടെ കുറച്ച് നേരം പാർക്ക് ചെയ്തപ്പോൾ. അപ്പോൾ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്ക് ബായ്.